ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ. 2. പൊതുവെയുള്ള ചരിവ് കിഴക്കോട്ടാണ്. 3. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ രൂപപ്പെട്ടു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ടിബറ്റൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിക്ക് ഈ ഒരു ചരിവുള്ളത് കൊണ്ടാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഒട്ടുമിക്ക നദികളും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ ക്രിട്ടേഷ്യസ് കാലഘട്ടം, അതായത് ഡിനോസറുകളൊക്കെ ഉണ്ടായിരുന്ന ഏകദേശം 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലാണ് ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1. കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. 2. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ഠസ്വാമികൾക്ക് ബാല്യകാലത്ത് ലഭിച്ച പേരാണ് മുടിചൂടും പെരുമാൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഒന്ന് മാത്രമാണ് ശരിയായുള്ളത്. വൈകുണ്ഠസ്വാമികളുടെ ആദ്യകാല നാമമായിരുന്നു മുടിചൂടും പെരുമാൾ. കിരീടം ചൂടിയ മഹാവിഷ്ണു എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. എന്നാൽ ഉയർന്ന ജാതിക്കാരുടെ എതിർപ്പ് മൂലം ആ പേര് മാറ്റി മുത്തുക്കുട്ടി എന്ന് മാറ്റേണ്ടി വന്നു. അന്നൊക്കെ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ പെരുമാൾ എന്ന പദം ഉപയോഗിക്കാനുള്ള അധികാരമുണ്ടായിരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ രാജാ കേശവദാസ് ആണ്. 2. നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ. 3. 1766 രണ്ടാം തൃപ്പടിദാനം നടന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനാണ് രാജാ കേശവദാസ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ, ചാളക്കമ്പോളത്തിൻ്റെ ശില്പി, MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയ ദിവാൻ, കേരള വനം വകുപ്പിന് തുടക്കക്കാരനായ ദിവാൻ എന്നിവയെല്ലാം രാജാ കേശവദാസ് ആണ്. മൈസൂർ ഭരണാധികാരി ടിപ്പുവിൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നെടുങ്കോട്ട പണിത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ. കിഴവൻ രാജ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി. തൃപ്പടിദാനം ചടങ്ങ് തുടങ്ങിവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറവ് വയ്ക്കുകയും അതിന് പ്രകാരം പത്മനാഭദാസനായി ഭരണം തുടരുകയും ചെയ്ത രീതിയായിരുന്നു തൃപ്പടിദാനം എന്നറിയപ്പെട്ടത്. പിന്നീട് വന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ 1766 ഇത് തുടരുകയും ചെയ്തു. ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി 3 ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി ആണ്. രവീന്ദ്രനാഥ ടാഗോർ. രാജാറാം മോഹൻ റോയിയെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് സാമൂഹിക പരിഷ്കരണ രംഗത്തേക്ക് പ്രവേശിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു രാജാറാം മോഹൻ റോയ്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ച് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ഇത് ഏത് ഭാഷയിലാണ് രചിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ഹിന്ദിയാണ്. ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് സത്യാർത്ഥ പ്രകാശം. വേദങ്ങളിലേക്ക് മടങ്ങുവിൻ എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. ഫ്രഞ്ച് വിപ്ലവം ആസ്പദമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്ത നോവൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ദ ടെയിൽ ഓഫ് 2 സിറ്റീസ്. ദി സ്പിരിറ്റ് ഓഫ് ഫ്ലോസ് എന്ന കൃതി രചിച്ചത് മൊണ്ടേസ്ക്യു ആണ്. സിറ്റിസൺ എ ക്രോണിക് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ എന്ന കൃതി രചിച്ചത് സൈമൺ സ്കീം. 4ാമത്തെ കൃതി സോഷ്യൽ കോൺട്രാക്ട് നമുക്കെല്ലാം അറിയാം, രചിച്ചത് റൂസോയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻ റാം ഇവയിൽ ഏത് കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നു? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഖാസി. ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ലൂഷായി ഹില്ല് സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. ഇതിനെ മീസോ ഹിൽസ് എന്നും വിളിക്കാറുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏത്? 1. ഇന്ത്യയിലെ ഖണ്ഡപർവ്വതങ്ങളാണ് വിന്ധ്യയും സത്പുരയും. 2. താപ്തി നദി ഇരു പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഒഴുകുന്നു. 3. ഇന്ത്യയിലെ ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികളാണ് നർമ്മദയും താപ്തിയും.
തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. താപ്തി നദി ഇരു പർവ്വതങ്ങളുടെയും ഇടയിലൂടെയല്ല, സത്പുര മലനിരകളുടെ തെക്ക് വശത്തുകൂടിയാണ് ഒഴുകുന്നത്. ഇന്ത്യയുടെ ഖണ്ഡപർവ്വതങ്ങളാണ് വിന്ധ്യയും സത്പുരയും. ഇന്ത്യയെ രണ്ടായിട്ട് മുറിക്കുന്ന, അതായത് വടക്ക് ഉത്തര മഹാസമതലം എന്നും തെക്ക് ഡെക്കാൻ പീഠഭൂമി എന്ന രീതിയിലും ഇന്ത്യയെ രണ്ടായിട്ട് ഖണ്ഡിക്കുന്ന പർവ്വതങ്ങളാണ് വിന്ധ്യയും സത്പുരയും. ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ ഏകദേശം സമാന്തരമായി പോകുന്ന രണ്ട് പർവ്വതനിരയാണ് വിന്ധ്യയും സത്പുരയും. ഇപ്പോൾ കൂട്ടിമുട്ടുന്നത് മധ്യപ്രദേശിലെ അമർകണ്ടക്കിൽ വെച്ചിട്ടാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. രണ്ട് ശിലാഫലകങ്ങൾ, പ്ലേറ്റ്സ്, അത് തെന്നി മാറുന്നതിൻ്റെ ഫലമായി അവിടെ ഉണ്ടാകുന്നൊരു താഴ്ചയാണ്, അതാണ് ഭ്രംശ താഴ്വര. അങ്ങനെയുള്ള ഒരു ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ട് നദികളാണ് നർമ്മദയും താപ്തിയും. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1. പൂർവ്വഘട്ടത്തേക്കാൾ ഉയരം കൂടുതലാണ് പശ്ചിമഘട്ടത്തിന്. 2. പൂർവ്വഘട്ടത്തിൻ്റെ നീളം 1600 കിലോമീറ്ററാണ്. 3. പൂർവ്വഘട്ടം തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തടഞ്ഞു നിർത്തി കേരളത്തിൽ മഴ പെയ്യാൻ കാരണമാകുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരി. പശ്ചിമഘട്ടത്തിൻ്റെ നീളമാണ് 1600 കിലോമീറ്റർ. പൂർവ്വഘട്ടം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മലനിരകളല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. പശ്ചിമഘട്ടമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തടഞ്ഞു നിർത്തി കേരളത്തിൽ മഴ പെയ്യിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? 1. ലോട്ടറിയിൽ നിന്നും ഓൺലൈൻ ഗെയിമിൽ നിന്നുമുള്ള വരുമാനം. 2. ആദായ നികുതി. 3. കോർപ്പറേഷൻ നികുതി. 4. GST. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3. അതായത് ലോട്ടറിയിൽ നിന്നും ഓൺലൈൻ ഗെയിമിൽ നിന്നുള്ള വരുമാനം, ആദായ നികുതി, കോർപ്പറേഷൻ നികുതി എന്നിവ പരോക്ഷ നികുതി അല്ല, പകരം അത് പ്രത്യക്ഷ നികുതിയാണ്. ഒരു വ്യക്തി താൻ നികുതി അടയ്ക്കുന്നു എന്ന ബോധ്യത്തോടെ പണം കൈമാറ്റം ചെയ്യുന്നതാണ് പ്രത്യക്ഷ നികുതി. ഇവിടെ GST എന്നത് പരോക്ഷ നികുതിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? 1. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. 2. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് ദേശീയ വികസന സമിതി. 3. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന സംവിധാനം നീതി ആയോഗാണ്. ദേശീയ വികസന സമിതി പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നതിനുള്ള ഒരു ഉപദേശക സമിതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം സ്വർണ്ണമാണ്. 2. ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നതിനു വേണ്ടി വന്ന സവിശേഷ ബാങ്കാണ് എക്സിം ബാങ്ക്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുമാണ്. ഈ ഭരണഘടനയുടെ വേരുകൾ ജനങ്ങളിലാണ്. അതിൻ്റെ അധികാരവും പരമാധികാരവും ജനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത് ആമുഖത്തിലെ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന പ്രാരംഭ വാക്യത്തിൽ പ്രതിഫലിക്കുന്നു. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ് ലോകായുക്ത, കേരള ഹൈക്കോടതി, ഓംബുഡ്സ്മാൻ, ലോക്പാൽ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓംബുഡ്സ്മാൻ. ഒരു സംസ്ഥാനത്തിൻ്റെ ആൻറ്റി കറപ്ഷൻ ഏജൻസിയാണ് ലോകായുക്ത എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മിനിസ്റ്റേഴ്സ്, MLA അവരുടെയൊക്കെ അഴിമതി കാര്യങ്ങളൊക്കെ തടയുന്നതിനായിട്ട്, നിരീക്ഷിക്കുന്നതിനായിട്ടൊക്കെ നിയമിച്ചതാണ് ലോകായുക്ത. പഞ്ചായത്ത് തലത്തിലുള്ള ആൻറ്റി കറപ്ഷൻ ഏജൻസിയാണ് ഓംബുഡ്സ്മാൻ. ലോക്പാൽ എന്നത് ദേശീയ തലത്തിലുള്ള, നാഷണൽ ലെവലിലുള്ള ആൻറ്റി കറപ്ഷൻസ് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായുള്ള തൊഴിലന്വേഷകർക്ക് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി കേരള സർക്കാർ താഴെ പറയുന്നവയിൽ ഏതാണ് ഏർപ്പെടുത്തിയത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. അതായത് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടേഴ്സ് ലിമിറ്റഡ് ആണ് ശരി ഉത്തരം. പ്രവാസി മലയാളികളുടെ ക്ഷേമം, പരാതികൾ, പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളാണ് നോർക്ക ശ്രദ്ധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പൂർണ്ണമായും നടപ്പിലാക്കിയ വർഷം ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ് 2008 ഏപ്രിൽ 1. കൗൺസിലിംഗ് നിയമസഹായത്തിലൂടെയും പോലീസ് സഹായത്തിലൂടെയും വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ പേര്. ആൻസർ ഓപ്ഷൻ സി ആണ് കാതോർത്ത്. കടുത്ത മാനസിക, ശാരീരിക, ഗാർഹിക പീഡനങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ധനസഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ആശ്വാസനിധി. ഇത്തരം വയലൻസിന് വിധേയരാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് തന്നെ ഹോസ്പിറ്റൽ, അതായത് ജനറൽ ഹോസ്പിറ്റലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ സൗജന്യമായിട്ടുള്ള വൈദ്യസഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഭൂമിക. അതുപോലെ വൺ സ്റ്റോപ്പ് സെൻ്ററുകൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സഖി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത്തരം വയലൻസിന് വിധേയരാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി തന്നെയാണ് സൗജന്യമായിട്ടുള്ള നിയമസഹായം, വൈദ്യസഹായം, പോലീസ് സംരക്ഷണം ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നിലധികം വ്യക്തിഗത ഒളിമ്പിക്സ് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി സുശീൽ കുമാർ. വ്യക്തിഗത ഇനത്തിൽ ആദ്യമായി സ്വർണം നേടുന്ന ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സ് ബോക്സിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വെങ്കല മെഡൽ നേടുന്ന ആദ്യ വ്യക്തിയാണ് വിജേന്ദ്ര സിംഗ്. സ്വതന്ത്ര ഇന്ത്യയിൽ വ്യക്തിഗതത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ വ്യക്തിയാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ. ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങി ഒന്നിലധികം ഭിന്നശേഷിയുള്ളവർക്കായി കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നിരാമയ. മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കേരള ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സാക്ഷരതാ പ്രോഗ്രാമാണ് ചങ്ങാതി. ഡിസബിലിറ്റി അനുഭവിക്കുന്ന പേഴ്സൺസിന് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് കൈവല്യ. അതുപോലെ ആശ്വാസകിരണം എന്ന പദ്ധതി രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർക്ക് വേണ്ടി നൽകുന്ന പ്രതിമാസം 600 രൂപ ധനസഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിലയിരുത്തലിൽ രാജ്യത്തെ മികച്ച ദേശീയോദ്യാനങ്ങൾ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരവികുളം ദേശീയോദ്യാനം. 2 ദേശീയോദ്യാനങ്ങളായിരുന്നു തിരഞ്ഞെടുത്തത്. അതിൽ ഒന്നാണ് ഇരവികുളം ദേശീയോദ്യാനം, മറ്റൊന്ന് ജമ്മു കാശ്മീരിലെ ടച്ചിങ്ഗ്രാം ദേശീയോദ്യാനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.